റോമലേഖനം ഒരു വാക്യം വായിക്കാം. റോമലേഖനം 8:2 വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോക്കണേ, ഒരു കാലത്ത് പാപത്തിന് അടിമപ്പെട്ട് പിശാചിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച സകല വ്യക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തു രക്ഷ ഒരുക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഈ പ്രമാണത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വാസ വീരന്മാർക്കേ സാധിക്കുള്ളൂ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ കണ്ണുകൾ തുറക്കും, അവന് അറിവ് ലഭിക്കും. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവായി തീരും. മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ നല്ലൊരു ഗ്രാഹ്യമുള്ള ആളായി തീരും. ഇരുട്ടിന്റെ അവസ്ഥയെ കാണുമ്പോൾ വചനം സംസാരിക്കും, വെളിച്ചമായി സംസാരിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ഈ കാണുന്ന ഈ ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് രക്ഷ നേടും. അതോടൊപ്പം നിത്യജീവന് ലഭിക്കും യേശു ക്രിസ്തു മുഖാന്തരം. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വിശ്വസിക്കാതെ ലോകത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മരണം മുഖാന്തരം അപ്രത്യക്ഷപ്പെടും. പോകുന്നിടം പോകുന്നതിന് മുമ്പേ തിരിച്ചറിയണം. ഒരു ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പീരീഡാണ്. ഇവിടെ ജീവിക്കുന്ന അതിനൊത്തവണ്ണം മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിനൊത്തവണ്ണം ജീവിക്കാതെ തൻ്റെതായ ഇഷ്ടത്തിന് ജീവിച്ച് നാശത്തിലേക്ക് പോകുവാനല്ല ദൈവം തൻ്റെ ഓമനപുത്രനെ താണഭൂമിയിലേക്ക് അയച്ചത്. എത്ര മഹത്തരമേറിയ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് ഒരുക്കിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ നാം എത്ര അഭിമാനമുള്ളവരാണ്. ഇവിടം വിട്ടാലും നിത്യതയിൽ കർത്താവിനോടുകൂടെ, ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവിനോടുകൂടെ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമല്ലേ? ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നാം തിരിച്ചറിയുമ്പോൾ ആമേൻ, നമ്മുടെ ഉള്ളം ആനന്ദം കൊണ്ട് തുടിക്കും. ആമേൻ, കർത്താവിനെ പാട്ടുകളെ പാടി മാത്തപ്പെടുത്തും. എത്ര സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് സന്തോഷം വേണമെന്നും ഒരു സമാധാനം വേണമെന്നും രക്ഷ വേണമെന്നും അതിലുപരി ഇവിടം വിട്ടാൽ ഒരു നിത്യജീവൻ അതിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാനൊരു പാപിയാണ്, കർത്താവേ നീ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് തെറ്റുകൾ പറ്റിപ്പോകുന്നു. ആമേൻ, ഞാൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുനനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട സകല വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണേ. പാപത്തോട് പോരാടുന്ന ബുദ്ധിയുടെ പ്രമാണത്തെ അവസാനിപ്പിച്ച് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ നൽകണമേ. അത് അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരണമേ. തലമുറയോളം കർത്താവെ, നിത്യതയോളം തൻ്റെ മക്കളെ ഈ വചനം വഴി നിർത്തുമാറാകണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥനയാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.